ആന്റി, ഇത് പണി പാളിന്നാ തോന്നുന്നത്. ആനന്ദേട്ടൻ അമ്പിനും വില്ലിനും അടുക്കാതെ ഈ കല്യാണം എങ്ങനെ നടക്കും? അതിനിടയ്ക്ക് ഒരാള് പോയി കാലിക്കുറ്റിയും തുറന്നു വെച്ചിട്ട് അടിയും വാങ്ങി നിൽക്കുന്നു. ഗംഗെ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്നോടൊരു വാക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഇരി ചെവി അറിയാതെ അവളെ കത്തിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു. ഇനിയിപ്പൊ കഴിഞ്ഞതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഗംഗെ. അവസരം ഇനിയും വരും. അധികം വൈകാതെ നമ്മൾ അതിന് പകരവും വീട്ടിയിരിക്കും. അതെ, എന്താണ് എന്റെ മാധവിക്കുട്ടി ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നേ? അല്ല, വല്ല നോവലിന് സ്കോപ്പ് ഉണ്ടോ? എടി, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഒരു ഫെമിനിസ്റ്റ് നോവൽ പ്രതീക്ഷിക്കാവോ? കളിയാക്കാതെ അരവിന്ദ്. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. പറ, എന്തത്ര ആലോചിക്കുന്നത്? കോമൺ സെൻസ് കൊണ്ട് ആരും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് ഞാനിപ്പോ ചിന്തിച്ചത്. അതെന്താ? അല്ല, അരവിന്ദ് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്താ കാര്യം? നമ്മുടെ കല്യാണിക്ക് എന്തോ ഒരു മാറ്റമില്ലേ? എന്ത് മാറ്റം? അരവിന്ദ് ബോധപൂർവം ശ്രദ്ധിക്കാത്തതാണോന്ന് അറിയില്ല. കല്യാണം മുടങ്ങുന്നതിന് മുമ്പുള്ള കല്യാണിയല്ല ഇപ്പോഴത്തെ കല്യാണി. അവൾ ആകെ മാറിയിരിക്കുന്നു. എടി, മാറും. എങ്ങനെ മാറാതിരിക്കും? മാറിയില്ലെങ്കിലേ അതിശയുള്ളൂ. എടി, കാര്യം കല്യാണിയുടെ ആദ്യത്തെ കല്യാണമല്ല മുടങ്ങുന്നത്. അതിൻ്റെ ഒരു സങ്കടം കാണാതിരിക്കോ? എടി, കല്യാണം മണ്ഡപം വരെ എത്തി കല്യാണം മുടങ്ങി പോകുമ്പോ ഏതൊരു പെണ്ണും തകർന്നു പോവില്ലേ? അത്രേ ഉള്ളൂ. പാവം. അരവിന്ദ്, കല്യാണി തളർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അവള് ഗംഗയെ വരെ കൈനീട്ടി അടിക്കത്തക്ക വിധത്തിൽ മാറണമെങ്കിൽ അത് തളർച്ചയല്ല. എടി, ആളെ മുട്ടിയ ചേരിയും കടിച്ചെന്ന് വരും. അല്ല, അവൾ അടിമുടി മാറി. എന്തോ എന്തോ നേടിയെടുത്തൊരു ഭാവം അവക്ക്. നേടിയെടുത്ത് തൃച്ചംബരത്തെ മൂർത്ത മരുമകൾ സ്ഥാനം. അരവിന്ദ് എന്താ ആലോചിക്കുന്നത്? അരവിന്ദിന് തോന്നിയോ കല്യാണി മാറിപ്പോയെന്ന്? അതൊക്കെ നിന്നിലെ സാഹിത്യകാരിയിലെ വെറും സംശയങ്ങളാണെന്ന് ഞാൻ പറയും. കേട്ടോടി, ഇനിയിപ്പോൾ അതല്ല, കല്യാണിയിൽ അങ്ങനെ ഒരു മാറ്റം വന്നെങ്കിൽ നല്ലതല്ലേ?
ദേ, നീ അബദ്ധം കാണിച്ചവർ രക്ഷപ്പെടുത്തിയോളാ കല്യാണി, കേട്ടോ? അത് മറക്കണ്ട. ദേ, നീ വന്നേ. ഓരോന്നിങ്ങനെ ആലോചിച്ചു വിട്ടിട്ട് ഞാൻ കിടക്കാൻ പോണേ. നീ കിടക്ക്, വാ, ഞാൻ കിടക്കണേ. ഇവളാണ് എന്റെ മാണിക്യം. ഈ മാണിക്യത്തിന് കാവലായിരിക്കും എന്നും ഭണമെടുത്താടുന്ന ഈ നാഗം. ഗംഗേ, ഗംഗേ, ഇവളിത് എവിടെ പോയി? അവിടെ നോക്കാം. ഇവിടെ നോക്കാം. ഗംഗേ, 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 അഖിലാന്റെ മൂത്ത മരുമകളായിട്ട് പ്രഖ്യാപിച്ചതിന്റെ അഹങ്കാരമായിരിക്കും. അതാ ഞാൻ വന്നിട്ടൊരു മൈൻഡ് ഇല്ലാത്തത്. ചുമ്മാ ഇല്ലടി നിന്റെ കല്യാണം മുടങ്ങി മുടങ്ങി പോകുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഗംഗേ, ഇവൾക്കിതെന്തു പറ്റി? ഗംഗേ, ഞാൻ എവിടെയൊക്കെ നോക്കി. ഇവിടെ ഒന്ന് എന്ത് ചെയ്യുവാ? വിലാസിനെ എന്റെ വിളിക്കുന്നുണ്ടേ, വേഗം വാ. ഇവൾക്കിതെന്തു പറ്റി? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? വിലാസിനെ എന്റെ ഗംഗേ, നീ എന്നെ വെച്ചിട്ടുണ്ടോടി നിനക്ക്? ഇപ്പൊ ശരിയാക്കി തരാം. വിലാസിനാൻഡി, ഇവളെന്നെ ഈശ്വരാ, അയ്യോ, നര വീണു തുടങ്ങി. അഖിലേച്ചിന്റെ ഒരു മുടി എങ്ങാനും നനച്ചൊന്ന് നോക്കിയേ. ഗംഗ വരട്ടെ, ഗംഗയുടെ കയ്യിൽ എന്തെങ്കിലും പ്രതിവിധി കാണും. പേടിപ്പിക്കുന്നോടി പൂതനെ. ആന്റി, എന്താ, എന്തു പറ്റി? ആ ഗംഗയെ ആന്റി വിളിക്കുന്നു പറയാൻ പോയപ്പോ ദാ കണ്ടില്ലേ, നോക്ക്. അയ്യോ,
5 വിരലും പതിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഈ 5 വിരലും പതിഞ്ഞിട്ടുണ്ട് നിന്റെ ഈ കവിളില്. ഇതുപോലെയാ അഖില മേഡം അടിക്കുമ്പോഴും. അപ്പൊ അതാണ് കാര്യം. ആ എന്ത് ഞാൻ ഗംഗയെ വിലാസിനെ വിളിക്കുന്നു പറഞ്ഞതോ? ജയന്തി, അടി കൊണ്ട പാമ്പിന്റെ വാലിൽ ചവിട്ടാൻ പോവരുത്, അത് കൊത്തും. ആ ഇവിടെ സംഭവിച്ച അത് തന്നെയാ. പാമ്പോ? ആന്റി എന്തൊക്കെയാ ഈ പറയുന്നേ? ജയന്തി, ആ നീ ആദ്യം ഇവിടെ ഇരിക്കെ, എന്നിട്ട് ആ ഫോൺ എടുത്ത് കിച്ചണിലേക്ക് വിളിച്ച് ദേ നിനക്ക് എന്താ തിന്നാൻ വേണ്ടെന്ന് ഓർഡർ ചെയ്യും. ഞാനേ ഗംഗയെ ഒന്ന് കണ്ടിട്ട് വരാം. അവൾ എവിടെയുണ്ട്? മോളില് ടെറസില്. ആ പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോ ഒരു ഗ്ലാസ് ചൂട് പാൽ കൂടി കൊണ്ടുവരാൻ പറയണേ. ആന്റി പാല് കൊടുത്ത കൈക്ക് കൊത്ത് കിട്ടാൻ നോക്കിക്കോണേ. അയ്യോ ഇവളെന്നെ, അയ്യോ 5 വിരലുണ്ട്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. ഹലോ, 2 പ്ലേറ്റ് ചിക്കനും 4 ചപ്പാത്തിയും. ആ പിന്നെ 2 ഗ്ലാസ് ചൂട് പാലും. ആ പെട്ടെന്ന് വേണേ. ഗംഗെ, നിന്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് എനിക്ക് കാണാം. കല്യാണി അവളെ കടപുഴകി വീഴ്ത്തിച്ചാലേ അത് ശമിക്കുള്ളൂന്നും അറിയാം. അതിന് പാവം ജയന്തി എന്ത് പിഴച്ചു? പോട്ടെ, സാരമില്ല. അവക്കൊരടിയുടെ കുറവുണ്ടായിരുന്നു. ഈ കല്യാണി തൃച്ചംബരത്തെ രാജാവോ രാജ്ഞിയോ ഒന്നും അല്ല. നീലക്കുറുക്കൻ രാജാവായ കഥ പോലെ നിമിഷ നേരത്തേക്ക് അവളൊരു വേഷം കെട്ടി. അത് കണ്ട് പതറിയതാ നമ്മുടെ തെറ്റ്. ചെറിയ തെറ്റല്ല, വലിയ തെറ്റ്. ഇനി ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ദേ നോക്ക്, തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ സർവ്വ അധികാരങ്ങളും അഖില തന്നിട്ടാ പോയതെന്ന് നീ മറക്കരുത്. അഖില വരുന്നവരെ സമയമുണ്ട് നമുക്ക്. അതിനുള്ളിൽ അവളെ നമുക്ക് പുറത്താക്കണം. അതിന് ഗ്യാസ് സിലിണ്ടറും വിഷബോട്ടിലും ഒന്നും അല്ല വേണ്ടത്. തന്ത്രവും കുതന്ത്രവും എടുത്ത് യുദ്ധം ചെയ്യണം നമ്മൾ. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്? അതുകൊണ്ട് അഖില എത്താൻ ഒരു ദിവസം കൂടി വൈകണേ എന്ന് പ്രാർത്ഥിച്ച് സുഖമായിട്ട് ഉറങ്ങും. പിന്നെ ഇനി ഇവിടെ നിന്ന് മഞ്ഞുകൊണ്ട് ഉള്ള ചൂട് തണുപ്പിക്കണ്ട കേട്ടോ. വാ. ഗുഡ് നൈറ്റ്.
നമ്മളിപ്പോ എങ്ങോട്ടാ വലിയ പോണേ? അത് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും. അതെന്താ ആ സ്ഥലത്തിന് പേരില്ലേ? എവിടെയാ പോണേന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്നതിന്റെ അർത്ഥം എനിക്കറിയില്ല കേട്ടോ. ഓ, അതറിയില്ല? എന്നാ പറഞ്ഞുതരാം കേട്ടോ. പറയില്ല, സസ്പെൻസ് എന്നൊക്കെയാണ് ഈ ചിരിയുടെ അർത്ഥം. പിന്നെ വലിയ മിടുക്കായി പോയി. അതെ, ഞാനിപ്പോ വലിയുഞ്ഞിന്റെ ഭാര്യ. നമുക്കിടയില് ഈ സസ്പെൻസ് ഒക്കെ വേണോ വലിയുഞ്ഞെ? ഓഹോ, മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മിണ്ടാതെ കേട്ടോണ്ടിരിക്കുന്ന ആള് ഇപ്പോ തിരികെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയോ? അതെ, അന്ന് ഞാൻ തൃച്ചംബരത്തെ ഡ്രൈവർ ദാസിന്റെ മകള് മാത്രമായിരുന്നു എന്ന് ഓർക്കണം. ഇപ്പൊ അങ്ങനെയല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാ. എന്നാലേ തൃച്ചംബരത്തെ മൂത്ത മരുമകൾക്ക് ഇതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇതെന്താ വലിയുഞ്ഞെ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നത്? എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടോ? ഞാൻ ഏറ്റവും വിലയുള്ളൊരു സ്വത്ത് എന്റെ പേർക്ക് ചേർത്ത് എഴുതാൻ പോകുന്നു. ഇതെന്താ വലിയുഞ്ഞെ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നത്? എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടോ? ഞാൻ ഏറ്റവും വിലയുള്ളൊരു സ്വത്ത് എന്റെ പേർക്ക് ചേർത്ത് എഴുതാൻ പോകുന്നു. അതിനെന്തിനാ വലിയുഞ്ഞെ എന്നെ കൊണ്ടുവന്നത്? സാക്ഷി ഒപ്പിടിക്കാനാണോ? സാക്ഷിയല്ല, കക്ഷിയായിട്ട് നീ ഒപ്പിടണം. കക്ഷിയായിട്ടോ? അപ്പോ എന്റെ പേരിലേക്കാണോ എഴുതുന്നത്? വേണ്ടായിരുന്നു. എനിക്ക് ഈ സ്വത്തിലും പടത്തിലും ഒന്നും ഒരാഗ്രഹവും ഇല്ല വലിയുഞ്ഞെ. ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് വേണം ഈ സ്വത്ത്. വലിയുഞ്ഞെ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് മനസ്സിലാവുന്ന പോലെ പറയും. പറയാം. ഇപ്പൊ നമ്മൾ രണ്ടുപേരും രജിസ്റ്റർ വിവാഹം കഴിക്കാൻ പോവാ. രജിസ്റ്റർ വിവാഹോ? എന്തിനാ വലിയുഞ്ഞെ ഇപ്പൊ ഇതൊക്കെ? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നീ ആഗ്രഹിച്ചതുപോലെ അമ്മ താലി എടുത്തു തന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതൊക്കെ ശരി തന്നെയാ. പക്ഷേ അതാ ആർക്കറിയാം? അതാ നിയമപ്രകാരം നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ ഇനിയും അമ്മ ആ ഗംഗയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ച ഈ രജിസ്റ്റർ വിവാഹം ആ കല്യാണം മുടക്കാനുള്ള നല്ലൊരു ആയുധമായിരിക്കും. നിയമപ്രകാരം നീ എന്റെ ഭാര്യയാവണം. ആ സുരക്ഷിതത്വം നിയമപരമായി തന്നെ നിനക്ക് കിട്ടണം. അതിനാ ഇങ്ങനൊരു തീരുമാനം. എന്റെ ഈ വലിയുഞ്ഞ് കൂടെയുള്ളതാ എന്നും എനിക്ക് സുരക്ഷിതത്വം. നോക്കി, ആ എത്തിയ രണ്ടാളും വാ ഇറങ്ങ. ബ്രോ, ഇവിടുത്തെ പ്യൂണിനെ ഞങ്ങൾ കണ്ടിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെന്ന് രജിസ്ട്രാറെ കണ്ട് ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. കല്യാണിയുടെ ID കാർഡ് കിട്ടിയോ? അതെല്ലാം ഓക്കെ ബ്രോ. അനിയൻകുട്ടന്റെ കയ്യിൽ നിന്നെല്ലാം കെട്ടിപ്പോതിച്ചു. വാ. അകത്ത് കൊടുത്താൽ മതി. ചേട്ടാ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആൾക്കാർ. നിങ്ങൾ എത്തിയോ? ആ, ഒരു സെക്കൻഡേ, സാറിനോട് പറഞ്ഞിട്ട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏയ്, നിങ്ങൾ ഇരിക്കൂ. സാർ അവരിങ്ങെത്തി.
വരാൻ പറയും. ശരി സാർ. ആ വാ കേറാം. ആണോ ബ്രോ വാ. വാ ബ്രോ. നമസ്കാരം സർ. ആ നമസ്കാരം, ഇരിക്കെ. ഇരിക്കെ.